Okay, Danny, start ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടാനിയ റോയ്, മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ സ്റ്റുഡന്റ് ആണ്. ആദ്യം തന്നെ ഇവിടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സാംറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് വെബിനാർ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സാംറ്റ് എല്ലാ കൊല്ലവും CME സെക്ഷൻസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. പക്ഷേ കോവിഡിന്റെ ഭീതി കാരണം ഇക്കൊല്ലം സെമിനാർ സെക്ഷൻസ് ഒരു കോളേജിലും നടത്താൻ സാധിച്ചിട്ടില്ല. അതിന് പകരമായിട്ടാണ് സാംറ്റ് ഇന്നിപ്പോൾ വെബിനാർ സെക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു മുന്നിൽ സാംറ്റ് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തരം സൃഷ്ടിച്ച ക്വിസ് കോമ്പറ്റീഷൻസ്, എക്സ്പ്രസോ, സാഹിത്യ, ഡെലീഷ്യ, കരിയർ ഗൈഡൻസ് ആൻഡ് ക്ലാസസ്, സാംറ്റ് ഓൺലൈൻ ഹെൽപ്പ് ഡെസ്ക്, ഇവയെല്ലാം തന്നെ സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നതും സ്റ്റുഡൻസ് കാര്യങ്ങളുമായിരുന്നു. എല്ലാ ഇയറിലേക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക്സ് സാംറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് PG എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള MCQs ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇവരുടെ ഹാർഡ് വർക്കും സ്റ്റുഡൻസിന്റെ കോർഡിനേഷനും ഒക്കെ കൊണ്ട് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാംറ്റിന് സാധിച്ചു. ഇതുപോലെ തന്നെ ഈ വെബിനാർ സെക്ഷൻസും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് കമ്മിറ്റിയെ ഞാൻ ആശംസിക്കുന്നു. ഇതിൽ വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ വെബിനാർ സെക്ഷൻസ് ഒക്കെ എമിനന്റ് ഫാക്കൽറ്റീസ് ആണ് എടുക്കാറ്. അതിൽ നിന്ന് വിപരീതമായിട്ട് നമ്മളിലുള്ള വിദ്യാർത്ഥികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കാനാണ് സ്റ്റുഡൻസ് വെബിനാർ സെക്ഷൻസ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന ആ കുട്ടികൾക്ക് എന്റെയും സാംറ്റിന്റെ വകയും അഭിനന്ദനങ്ങൾ നേരുന്നു. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സെക്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ കോഴ്സിന്റെ അലൈഡ് ഹെൽത്ത് സയൻസ്, അതായത് പാരാമെഡിക്കൽ സെക്ഷന്റെ ഡീൻ ഫാക്കൽറ്റിയും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് HOD-യുമായ ഡോക്ടർ S. ശങ്കർ സാർ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. വലിയ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. നമ്മളുടെ ഫീൽഡിന്റെ എംപവർമെന്റിന് വേണ്ടി ഒരുപാട് സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സാറിനെ ഈ അവസരത്തിൽ ഇനാഗ്രേറ്റ് ചെയ്യാൻ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഈ പരിപാടിക്ക് ഔദ്യോഗികമായി വെൽക്കം പറയാനായിട്ട് സാംറ്റിന്റെ ജനറൽ സെക്രട്ടറി, മിംസ് കോളേജ് സ്റ്റുഡന്റ് കൂടിയായ ഷാമിലിനെ ക്ഷണിക്കുന്നു. ഹലോ. Okay, Shamil, continue. കേൾക്കാമോ? ബഹുമാനപ്പെട്ട ശങ്കർ സാർ, നിതിൻ സാർ, നമസ്കാരം. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടും അതിലേറെ കൃതജ്ഞതയോടുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് നാളായി സാംറ്റ് സ്വപ്നം കാണുന്ന ഒരു ഇവന്റ് ആയിരുന്നു CME. എല്ലാ വർഷവും സാംറ്റ് വിദ്യാർത്ഥികൾക്കായി CME സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കൊല്ലം അതിനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഒരു ഓൺലൈൻ സെമിനാർ സെഷൻ സംഘടിപ്പിക്കണം എന്നുള്ള പരിശ്രമം ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഇതിൽ വലിയ സന്തോഷമുണ്ട്. ഈ വെബിനാർ സെഷൻ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ ആദ്യം പ്രസന്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞത്. ഇന്ന് സെമിനാർ എടുക്കാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അത് നിങ്ങളുടെ കരിയറിലെ ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇന്നിവിടെ നമ്മുടെ ഈ ഒരു സെഷൻ ഇനോഗ്രേഷന് വേണ്ടി എത്തിച്ചേർന്ന ഡോക്ടർ S. ശങ്കർ സാർ, ഡീൻ ഫാക്കൽറ്റി ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് സാറിനെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സാംറ്റിന്റെ സ്റ്റാഫ് അഡ്വൈസർ കൂടിയായ നിതിൻ സാറിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു.
അതുപോലെ തന്നെ സാംറ്റിന്റെ നെടുന്തൂണായ സാംറ്റിന്റെ പ്രസിഡന്റ് നവാസ്കയെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ സാംറ്റിന്റെ ബാക്കിയുള്ള ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ എന്നിവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം വെൽക്കം ചെയ്യുന്നു. അതുപോലെ നിങ്ങളെല്ലാവരെയും, പിന്നെ ഈ സെമിനാർ പ്രസന്റ് ചെയ്യാൻ പോകുന്ന 2 പേരുണ്ട്, അവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷാമിൽ. അടുത്തതായി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന സാംറ്റ് പ്രസിഡന്റ് നവാസ് ഷെരീഫിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ശങ്കർ സാറ്, മറ്റു പ്രിയപ്പെട്ട അധ്യാപകർ, ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന, അതേപോലെ യൂട്യൂബ് ലൈവില് ഞങ്ങളോടൊപ്പം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കള്, മറ്റു എല്ലാവർക്കും ഗുഡ് ഈവനിങ് ടു ആൾ. ഏറെ അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും കൂടെയാണ് സാംറ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മുന്നിൽ സംഘടിപ്പിക്കുന്നത്. നേരത്തെ ആമുഖ ഭാഷണത്തിൽ ടാനിയ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി, സാധാരണ ഒരു വെബിനാർ സെഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് വെബിനാറുകൾ പങ്കെടുത്തവരാണ്, ഒരുപാട് വെബിനാർ കണ്ടവരാണ്. പക്ഷെ അതിലൊക്കെ എമിനന്റ് ആയ ഫാക്കൽറ്റീസിനെ മാത്രമായിരുന്നു നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി വിദ്യാർത്ഥി സമൂഹമാണ് നാളെയുടെ ഈ പ്രൊഫഷന്റെ വലിയ മുതൽക്കൂട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിദ്യാർത്ഥികളാണ് വരും തലമുറയിലെ അധ്യാപകരും ക്ലാസ് എടുക്കേണ്ടവരും ആവേണ്ടവരും. അപ്പൊ അത്തരം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നൊരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് സാംറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്, ഓൺലൈൻ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. ആദ്യം തന്നെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിലേറെ വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് MLT-കാരുടെ കാര്യത്തിൽ വളരെയധികം നമ്മളൊപ്പം സപ്പോർട്ടീവായി നിൽക്കുന്ന, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മളെ ഫാക്കൽറ്റി ഡീൻ കൂടിയായ ശങ്കർ സാർ നമ്മളോട് കൂടെ ഇത് ഇനാഗുറേറ്റ് ചെയ്യാൻ സമ്മതിച്ചു എന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ സാറിനെ വിളിച്ചപ്പോഴും നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, സാറിന് എന്തെങ്കിലും തിരക്കായി പോവോ, അല്ലെങ്കിൽ പ്രളയം കൊണ്ട് മഴ കൊണ്ട് നെറ്റ്വർക്ക് പ്രോബ്ലം വരുമോ എന്നൊക്കെ. പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ സന്തോഷമുണ്ട് സാർ ഞങ്ങളോടൊപ്പം ഈ സമയത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. ഞങ്ങളുടെ ഈ എളിയ മനസ്സിൽ നിന്ന് സാറിനോട് ഞങ്ങൾ വലിയ കൃതജ്ഞത രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇത് വരുന്ന ബാക്കിയുള്ള MLT വിദ്യാർത്ഥികൾക്കും, അതുപോലെ കേരളത്തിലുള്ള ബാക്കി പ്രൊഫഷനകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിനും ഒരു മാതൃകാ പ്രവർത്തനമാവട്ടെ. അവരെല്ലാവരും ഇത് ഏറ്റെടുത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും കൂടെ അവസരം കൊടുത്ത് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുകയാണ്. അപ്പൊ അടുത്തത് ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കൃത്യസമയത്ത് നമ്മളോടൊപ്പം ചേർന്ന നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ശങ്കർ സാറിനെ സവിനയം ക്ഷണിക്കുന്നു. ഓക്കെ ടാനിയ, കണ്ടിന്യൂ. താങ്ക് യു നവാസ്. അടുത്തത് ഇനാഗ്രേഷൻ സെറമണിയാണ്. നമ്മുടെ ഇനാഗ്രേഷൻ നിർവഹിക്കാൻ പോകുന്നത് ഡീൻ അലൈഡ് ഹെൽത്ത് സയൻസിലെ ഡീൻ ഫാക്കൽറ്റിയും, അതുപോലൊപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് HOD-യുമായ ഡോക്ടർ S. ശങ്കർ സാറാണ്. നമ്മുടെ ഫീൽഡിനെ മൗണ്ട് ചെയ്യാനും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സർ ഒത്തിരി നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും വളരെ സന്തോഷത്തോടെ സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ സർ, കണ്ടിന്യൂ ചെയ്യാം. Belonging to SAMT and students of Medical Laboratory Technology of Kerala. And I think the teaching faculty are also there. I can see some names. I consider it a very proud privilege to participate with you in this webinar. It's very unique that students are handling the sessions in a webinar, and as promptly pointed out by Navas sir and your Tanya and others, let us hope that other students also take this as a model. I thank you all for inviting me to inaugurate this session. See, you are all training to be
clinical laboratory scientists. എത്ര പേർക്ക് ഈ പേരറിയാം? ക്ലിനിക്കൽ ലാബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ്, അല്ലാതെ ലാബ് ടെക്നീഷ്യൻ എന്നല്ല ഇപ്പോഴത്തെ പേര്. സി, അതിനകത്തൊരു സയന്റിസ്റ്റ് ഉണ്ട്. ദിസ് ഈസ് ദ ടേം വിച്ച് ഈസ് യൂസ്ഡ് everywhere in the world. And you are studying a science. Medical laboratory technology is a science. That is what you are learning 4 years. And remember that this science is a very useful one. How many of you know that 60% of the medical decisions are dependent on laboratory tests? 60%. This is what statistics say. However, the contribution to healthcare by us is often hidden. I think it is overlooked. Or even if it is seen, it is undervalued. I have often wondered why it is. In order to project the real worth of laboratory science, we should understand 5 things. First, we should understand the limitations of this science. Second, one should keep abreast of the new technologies. അതിൽ ഒന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഓട്ടോമേറ്റഡ് ഫ്ലബോട്ടമി. You know that BD Diagnostics are pioneers in this. So it's an excellent choice. Well, understand the limitations of your science. Be abreast with newer technologies. Be abreast with newer tests. പുതിയ ടെസ്റ്റുകൾ പഠിക്കണം. For example, biomarkers. There are many new uses of existing laboratory tests. For example, ഒരു 5 laboratory test ചേർന്നാൽ you can diagnose metabolic syndrome. You don't need a clinician. Last but not the least, one should learn the pathophysiology of the laboratory tests, which is what the second talk is focusing on by Shamna, that is on the immune response in COVID-19 situation. I'm very happy to note that among the 5 points which a medical laboratory scientist should focus, 2 are addressed in this seminar. And I am sure that listening to such talks from students themselves will motivate you into 3 things. First thing and foremost thing in a medical laboratory scientist's mind should be about good laboratory practice. A laboratory should be a place which should be safe for the patient as well as for the lab technician or scientist, bioscientist who is working there. So it should motivate you to good laboratory practice. Second, learning pathophysiology should motivate you to go deeper into the science. That is, learn about translational research. Translational research means basic science leads to big changes in technology. Last but not the least, when you focus on COVID disease as such, you know it has got a clinical algorithm. Like people have fever, cough, difficulty in breathing, mild pneumonia, severe pneumonia, sepsis, septic shock, multi-organ failure. Parallel to the symptoms, the laboratory throws up tests. Initially, the nucleic antigen positivity test. You find there's a change in the neutrophil lymphocyte ratio. You find that acute phase reactants come in. Into the septic stage, you find the coagulation profile is changing, renal functions is altering, liver functions is altering. So what is happening inside the body is what the laboratory scientist reads. So that is what I said. You learn the pathophysiology, you learn what test to use where. So this will give you what is called as diagnostic algorithms. Clinical algorithm pole, diagnostic algorithm.
So the talks are very focused and you will learn a lot. Now remember that we are at the anvil of implementation of the Allied Health Professions Bill. It is already tabled in the Parliament. And the bill focuses on three things. First, good quality education in MLT and skilled training. Second, standardization of this throughout India. Third, by generating good quality skilled technicians and bioscientists, it is going to cut the cost in the healthcare because you get good people to do things at a shorter time with lesser amount of money. So once implemented, the bill is implemented, all of you will become key partners in this healthcare system, which is going to now broaden out into community-based healthcare, point of care based, into group practices by clinicians. You will become a team member. So in this area of personalized healthcare, where the patient chooses the test, the aging population, where you have to go there and do the test. They can't come to you. People who are above 65 now are not permitted outside. So how do they do a lab test? You have to go there. So understand what this is throwing up. So remember that there is hardly 30 laboratory MLT institutions in Kerala. We throw up about 1,000 graduates. And I hope all of you are out there listening to these talks. I will be listening to them, to both Shamna and Srirag. And I congratulate both of them for taking up these challenging topics. And I wish them and all of you a very fruitful outcome. With all your permission, I inaugurate Webinar Series 2020. And I conclude with a few words of wisdom, which I have taken from Swami Chinmayananda. He said that you be like a mirror. Like a mirror. Reflect everything and reject nothing. A mirror reflects everything and it rejects nothing. So listen deeply with full motivation and attention to the talks. Reflect on it. Don't reject anything. Think, think, think. Thank you all for listening to me. Hope all of you have a good time. Thank you very much. Okay, thank you, sir. Thank you, sir, for the excellent speech. സാറിന്റെ ക്ലാസ്സും സാറിന്റെ നല്ല ഇൻസ്പയർ ആയിട്ടുള്ള വേർഡ്സ് എല്ലാവർക്കും ഉപകാരമായി. താങ്ക് യു, സാർ. അടുത്തതായി ആശംസ അറിയിക്കാനായി സാംറ്റിന്റെ സ്റ്റാഫ് അഡ്വൈസറായ നിതിൻ സാറിനെ ക്ഷണിക്കുന്നു. നിതിൻ സാറ് ചെറിയ എമർജൻസി ഉള്ളതുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് സാറിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ സെമിനാർ സെഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് പാർട്ടിസിപ്പന്റ്. ഓക്കെ, ടാനിയ കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ സ്റ്റുഡൻസ് വെബിനാർ സെക്ഷൻ ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് സ്പീക്കറായ ഷംന ഷെറിൻ നാസറിനെ സ്വാഗതം ചെയ്യുന്നു. അൽഷിഫ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഷംന എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇമ്മ്യൂണോ റെസ്പോൺസസ് ഓഫ് ബോഡി ഇൻ COVID-19. സോ വെൽക്കം ഷംന ഷെറിൻ നാസർ. വൺസ് അഗൈൻ താങ്ക് യു ശങ്കർ സാർ. ശങ്കർ സാറിനോട് ഞങ്ങളെ വലിയ നന്ദി അറിയിക്കുന്നു. Good evening. Hello. ഷംനയുടെ ഓഡിയോ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവാണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യാം.
ഹലോ, ഷംനക്ക് കേൾക്കാവോ? Hello, sorry for the interruption. Network issue ഉണ്ടായിരുന്നു. I'm going to start the session. Is it audible? കേൾക്കാം. സൗണ്ട് കുറച്ച് കുറവാണ്, കട്ടായിട്ടാ വരുന്നത്. Hello. Anyway, fine. Yeah, it's audible. Okay, you can start, Shamna. Hello. കേൾക്കുന്നുണ്ട്. Okay, start ചെയ്യട്ടെ. Start. Okay, start ചെയ്യട്ടെ. Okay. Okay. Good evening, everyone. I'm to present on the topic immune response of body in COVID. ഹലോ, ഷംന, നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട്, ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഹലോ, ടാനിയക്ക് കേൾക്കാവോ? കേൾക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ശ്രീരാഗിന്റെ സ്റ്റാർട്ട് ചെയ്യാം. ശ്രീരാഗിനെ ഇൻവൈറ്റ് ചെയ്യാം. ഷംനക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവസരം കൊടുക്കാം. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റുഡന്റ് സ്പീക്കറായ ശ്രീരാഗ് PVയെ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ 4th ഇയർ സ്റ്റുഡന്റ് ആണ്. ശ്രീരാഗ് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഓട്ടോമേഷൻ ഇൻ ഫ്ലീബോട്ടമി. ഹലോ, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, കാണാം. കാണുന്നുണ്ട്.
ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീരാഗ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടോന്താർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ആ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എനിവേ എൻ്റെ അടുത്തുള്ള സിറ്റി പയ്യന്നൂരായിരിക്കും. ചിലപ്പോൾ നിങ്ങളത് ആ ഒരു സ്ഥലം കേൾക്കാൻ ചാൻസ് കൂടുതലാണ്. എനിവേ ഇങ്ങനൊരു പരിപാടി കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും, അതായത് സാംറ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എസ്പെഷ്യലി സാംറ്റിന്റെ പ്രസിഡന്റ് നവാസ് ഷെരീഫിനും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓൾസോ ഇങ്ങനൊരു വെബിനാർ സീരീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിവേ എൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ കിടക്കാം. ടോപ്പിക്കിന്റെ പേര് ഓട്ടോമേഷൻ ഇൻ ഫ്ലിബോട്ടമി എന്നാണ്. ഈ ഒരു ഫ്ലിബോട്ടമി സംഭവിച്ചിട്ടുള്ളത്, അതായത് ഫ്ലിബോട്ടമിയിലുള്ള ഓട്ടോമേഷനെ കുറിച്ച് ഞാൻ പറയേണ്ടി പോകുന്നത് ഹീമോസീൽ അതുപോലെ വിബോട്ട് പോലുള്ള കുറച്ച് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിവേ അത് ആ ഒരു പേര് പോലെ അത്ര ടഫ് ഒന്നല്ല, എല്ലാം കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ്. ഞാൻ ഏതായാലും ആ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണിച്ചു തരാം. ഈ ഒരു എക്യുപ്മെന്റ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഈ ഒരു എക്യുപ്മെന്റ് ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിവേ ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിറിഞ്ചിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് വേർഷൻ ആണ്. ഇതിന്റെ പേര് ഫ്ലീം എന്നാണ്. FLEAM, ഫ്ലീം എന്നാണ്. ഇത് നോർമലി യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഷാർപ്പ് എൻഡ് ഇല്ലേ, ആ ഒരു ഷാർപ്പ് എൻഡ് യൂസ് ചെയ്തിട്ട് വെയിനിൽ കട്ട് ചെയ്തിട്ടായിരുന്നു മുമ്പ് നമ്മൾ ബ്ലഡ് കൾച്ചർ നടത്തിയിരുന്നത്. എനിവേ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു ബ്ലഡ് കൾച്ചർ അല്ലെങ്കിൽ ഒരു ഫ്ലിബോട്ടമി എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫ്ലിബോട്ടമിയുടെ ഹിസ്റ്ററി, അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എ സ്നീക് പീക്ക് ടു ദ ഹിസ്റ്ററി ഓഫ് ഫ്ലിബോട്ടമി. ഫ്ലിബോട്ടമിയുടെ ഹിസ്റ്ററിയിലേക്ക് ചെറിയൊരു എത്തിയോട്ടം നടത്താം. എനിവേ ഹിസ്റ്ററി കാണുമ്പോൾ എല്ലാവരും ബോറഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറികളിൽ പറഞ്ഞുതരാം. 1000 BC ഈജിപ്തിലായിരുന്നു ശരിക്കും ഫ്ലിബോട്ടമിയുടെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടുള്ളത്. എനിവേ അത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു ഫ്ലിബോട്ടമിയുടെ യൂസ് ആയിരുന്നില്ല ഈ ഒരു ടൈം ഉണ്ടായിരുന്നത്. ശരിക്കും പ്ലാഗ്, ആക്നെ പോലുള്ള ഡിസീസ് ക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ എബിൾ സ്പിരിറ്റിനൊക്കെ കാസ്റ്റ് ഔട്ട് ചെയ്യാനൊക്കെ ആയിരുന്നു ഈ ഒരു ഫ്ലിബോട്ടമി ഈ ഒരു ടെക്നിക്ക് അവർ യൂസ് ചെയ്തിരുന്നത്. എനിവേ ഞാൻ എബിൾ സ്പിരിറ്റിനെ കാസ്റ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് ചെയ്തിരുന്നത് പ്രീസ്റ്റുകളായിരുന്നു. അതായത് പ്രീസ്റ്റ് പറഞ്ഞാൽ അക്കാലത്ത് ഈ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, പ്രീസ്റ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് ചെയ്ത അവരായിരുന്നു. പിന്നെ ഞാൻ അടുത്ത ഒരു പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ഗാലൻ ഓഫ് പെർഗാമൻ. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ ഏതെങ്കിലും ഒരു ഡിസീസ്ഡ് ഏരിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ബ്ലഡ് റിലീസ് ചെയ്ത് കളയണം എന്നായിരുന്നു. എനിക്ക് നമുക്കറിയാം ഈ ഒരു ഫ്ലിബോട്ടമി ശരിക്കും ഒരു സയന്റിഫിക് മെത്തേഡ് അല്ല. ഒരു പ്ലാഗ്, ആക്നെ പോലുള്ള ഒരു ഇങ്ങനെ ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു സയന്റിഫിക് മെത്തേഡ് അല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ഇത് എങ്ങനെ ഇത്രയും കാലം നിന്നു? അതായത് ഒരു BC 1000 മുതൽ ഏകദേശം ഒരു 19ാം നൂറ്റാണ്ട് 19th സെഞ്ചുറി വരെയൊക്കെ ഇത് വളരെ വൈഡായിട്ട് ഉണ്ടായിരുന്നു. അതിനൊരു കാരണം എന്നാണ് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, പ്ലാസബോ എഫക്ട് എന്ന് പറയും. പ്ലാസബോ എഫക്ട് പറഞ്ഞാൽ ആ ഒരു പേരായിട്ട് നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. നമ്മൾ സാധാ പറയാറില്ലേ, അതായത് ഒരു മരുന്നാണ് വെച്ച് പച്ചവെള്ളം കൊടുത്താൽ തന്നെ ഒരു ഡിസീസ് മാറും എന്നൊക്കെ പറയുന്നില്ലേ. എനിക്ക് ആ ഒരു എഫക്ട് അല്ലെങ്കിൽ ആ ഒരു എഫക്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ഫ്ലിബോട്ടമിയുടെ കാര്യത്തിലും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഫ്ലിബോട്ടമി അക്കാലത്ത് ചെയ്ത ഫ്ലിബോട്ടമി ഒരു 2 ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈപ്പർ ടെൻഷൻ നല്ലോണം ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ കുറക്കാനും അതുപോലെ തന്നെ അയൺ ലെവൽ കൂടുതലുള്ളവർക്ക് അയൺ ലെവലിന്റെ കണ്ടന്റ് കുറക്കാനും ഈ ഒരു ഫ്ലിബോട്ടമിക്ക് പറ്റിയിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രശ്നം എന്താണ് പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലിബോട്ടമി കാരണം കുറെ ആളുടെ ലൈഫ് ത്രട്ടൺ ആയിട്ടുണ്ടായിരുന്നു, കുറെ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരിച്ച കാരണം നമുക്കറിയാലോ, കുറെ ബ്ലഡ് ഇതുപോലെ റിലീസ് ചെയ്ത് പോകുമ്പോൾ എന്തായാലും മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ മരിച്ച ഒരാളെ കുറിച്ചാണ് ഞാൻ പറയാണ്ട് പോകുന്നത്. ഡെത്ത് ഓഫ് ജോർജ് വാഷിംഗ്ടന്റെ മരണം, ഇതാണ് ഞാൻ പറയാണ്ട് പോകുന്നത്. ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അതായത് ഒരു ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹം മരിക്കുന്നത് 1799 ആൻഡ് ഇദ്ദേഹത്തിന്റെ ഒരു മരണ കാരണം എന്ന് പറയുന്നത് സത്യത്തിൽ ബ്ലഡ് ലെറ്റിംഗ് തന്നെയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രോട്ട് ഇൻഫെക്ഷൻ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്ത ഒരു ടെക്നിക്ക് പറയുന്നത് ബ്ലഡ് ലെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അക്കാലത്തെ പ്രീസ്റ്റ് ഒക്കെ വന്ന് ഇവരെ ബ്ലഡ് ലെറ്റിംഗ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 8 പൈന്റോളം ബ്ലഡ് ആണ് ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്ത് കളഞ്ഞത്. നമുക്കറിയാം 10 പൈന്റാണ് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഫുൾ കപ്പാസിറ്റി പറയുന്നത്. അതിൽ 8 പൈന്റ് പോയാൽ അദ്ദേഹം മരിക്കുന്നില്ലതിന് പ്രത്യേകിച്ച് സർപ്രൈസിന്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും മരിക്കും അല്ലെ.
നമുക്കറിയുന്ന കാര്യമാണ്. എനിവേ ഈ ഒരു ജോർജ് വാഷിംഗ്ടന്റെ ഡെത്തോടെ നമുക്ക് ആ ഫ്ലിബോട്ടമിയുടെ ഹിസ്റ്ററി ഒന്ന് മാറ്റി വെക്കാം. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫ്ലിബോട്ടമി എന്താണ് ഇന്ന് എന്നാണ്. വാട്ട് ഈസ് ഫ്ലിബോട്ടമി ടുഡേ? ഇന്ന് നമ്മൾ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഹലോ, എല്ലാവർക്കും ഓഡിയോ ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. ഫ്ലിബോട്ടമി എന്തിനാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം സാധാ ട്രാൻസ്മിഷൻ പർപ്പസിനും അതുപോലെ ഒരു പേഷ്യന്റിന്റെ പുതിയൊരു പ്രൊസീജിയർ എന്ത് ചെയ്യണമെങ്കിൽ അത് എത്രമാത്രം വിസ്റ്റാൻഡ് ചെയ്യും എന്നറിയാനും അതുപോലെ ലബോറട്ടറി ടെസ്റ്റ് നമ്മളിപ്പോൾ സാധാ ചെയ്യുന്ന ലാബ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഫ്ലിബോട്ടമി യൂസ് ചെയ്യുന്നത് അല്ലേ. മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഫ്രെയിം വിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ കുറച്ച് എക്യുപ്മെന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഈ ഒരു സിറിഞ്ച് തന്നെ ഫസ്റ്റ് ഗ്ലാസ് സിറിഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ഓട്ടോക്ലേവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്പോസിബിൾ ആയ പ്ലാസ്റ്റിക് സിറിഞ്ച് ഇതിനെ ഓവർകം ചെയ്ത് വന്നു. എനിവേ ആ ഒരു പ്ലാസ്റ്റിക് സിറിഞ്ച് കഴിഞ്ഞിട്ട് എത്തിയ ഒരു സിസ്റ്റമാണ് വാക്യൂഡൈനൽ സിസ്റ്റം. വാക്യൂഡൈനൽ സിസ്റ്റത്തിൽ നമുക്ക് ഒരു സിംഗിൾ ബ്ലഡിന്റെ സ്പോയിലേജ് കൂടി ഇല്ലാതെ കറക്റ്റ് വേണ്ട എമൗണ്ട് ബ്ലഡ് മാത്രം നമുക്ക് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ഡ്രോ ചെയ്തെടുക്കാനുള്ള ഒരു അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നിക്ക് നമുക്ക് കിട്ടി. പക്ഷെ ഈ ഒരു ടൈമിനും നമ്മൾക്ക് ഒരു കുറച്ചുകൂടി ടഫായ ഒരു സ്റ്റേജ് ഉണ്ടായത് പറയുന്നത് വെയിൻ നല്ല കറക്റ്റ് പ്രൊമിനന്റ് ആയ ഒരു വെയിൻ കണ്ടെത്താൻ തന്നെയായിരുന്നു. ഞാനൊക്കെ എന്റെയൊക്കെ ഒരു കാലം പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഈ ഒരു ഫസ്റ്റ് ടൈമിനൊക്കെ ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ടൈം ഞാൻ പേഷ്യനൊക്കെ കണ്ണും നോക്കിയിരിക്കുമായിരുന്നു. കാരണം ആ ടൈമൊക്കെ വെയിനൊക്കെ കണ്ടെത്താൻ കുറച്ച് പണിയുണ്ടായിരുന്നു. എനിവേ അതിനും നമ്മുടെ ഒരു ടെക്നിക്ക് പുതിയത് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത് വെയിൻ വ്യൂവർ. വെയിൻ വ്യൂവർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് യൂസ് ചെയ്തിട്ട് ഏകദേശം ബോഡി സർഫസിൽ നിന്ന് 10 മില്ലിമീറ്റർ ഡെപ്തിലുള്ള വെയിൻ വരെ നമുക്ക് ഈസിയായി കാണാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഇപ്പോൾ നിലവിലുണ്ട്. എനിവേ ഇത്രയുമാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലിബോട്ടമിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. പക്ഷെ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അതായത് അടുത്ത സ്റ്റെപ്പ്, അതായത് ഫ്ലിബോട്ടമിയുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ടോപ്പിലേക്ക് കടക്കുകയായി ഓട്ടോമേഷൻ ഇൻ ഫ്ലിബോട്ടമി. ഫ്ലിബോട്ടമിയുടെ ഓട്ടോമേഷനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ ഫ്ലിബോട്ടമി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്ലിബോട്ടമി പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്താൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്നത് ബ്ലഡ് വിഡ്രോ ചെയ്യാനും അതുപോലെ ഒരു ഫ്ലൂയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലഡ് ലെറ്റ് ചെയ്യാനും. ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്ലഡ് ലെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സർജിക്കൽ ഓപ്പണിംഗ് ആണ് ശരിക്കും ഫ്ലിബോട്ടമി. വെയിൻ എന്ന അർത്ഥം വരുന്ന ഫ്ലീപ്സ് എന്ന വാക്കിൽ നിന്നും കട്ടിംഗ് ഓഫ് എന്ന അർത്ഥം ടോമി എന്ന വാക്കിൽ നിന്നാണ് ശരിക്കും ഫ്ലിബോട്ടമി ഉണ്ടാകുന്നത്. അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഓട്ടോമേഷൻ. അതായത് ഈ ഒരു ഓട്ടോമേഷൻ ഫ്ലിബോട്ടമി എന്ന ഓട്ടോമേഷന്റെ ആവശ്യം എന്തൊക്കെയാണെന്നാണ്. ഇനി നമുക്കൊരു പേഷ്യന്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയി പങ്ക്ചർ ചെയ്യുന്ന ടൈം, അതായത് കണ്ടിന്യൂസ് ആയി ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം നമുക്ക് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അവിടെ തന്നെ കുത്തേണ്ട ഒക്കെ ഒരു അവസരം വന്നാൽ പേഷ്യന്റ് അത് നല്ല പെയിൻ മാത്രമല്ല ത്രോംബോസിസ്, ഇൻഫെക്ഷൻ ഇങ്ങനെ എന്തൊക്കെയോ കോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എനിവേ ഈ ഒരു ഓട്ടോമേഷൻ വരുന്നതോടെ നമുക്ക് അത് കുറെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെ എക്സ്പോഷർ അതുപോലെ നീഡിൽ പ്രിക്കൊക്കെ നമുക്ക് വളരെ ഡേഞ്ചർ ആണെന്നായിരുന്നു നമുക്കറിയാം അല്ലേ. അത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന ബാക്ക് സ്ട്രെയിൻ, എല്ലാ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അത് ബാക്ക് സ്ട്രെയിൻ ഉണ്ടാകും. അപ്പം ഇതും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് മാത്രമല്ല ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെ തിരക്കേറിയ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ സമയത്തിന് ശരിക്കും പൈസയുടെ തന്നെ അത്ര മൂല്യമുണ്ട്. അതുകൊണ്ട് ഒരു പേഷ്യന്റ് കെയർ സ്പീഡപ്പ് ചെയ്യാനും ഈ ഒരു ഓട്ടോമേഷനെ കൊണ്ട് നമുക്ക് പറ്റും. അടുത്ത എന്റെ ചോദ്യം ഇതാണ്, പെയിൻലെസ് ആയിട്ടുള്ള ബ്ലഡ് കളക്ഷൻ പോസിബിൾ ആണോ? ആർക്കെങ്കിലും അറിയോ പെയിൻലെസ് ആയ ബ്ലഡ് കളക്ഷൻ പോസിബിൾ ആണോ അല്ലയോ എന്ന്? ഓക്കെ, എന്തായാലും അത് പോസിബിൾ ആണ് ബൈ ഹീമോലിങ്ക്. ഹീമോലിങ്ക് പറയുന്നൊരു ഡിവൈസ് ഉണ്ട്. ഇത് സത്യത്തിൽ സീറോ പെയിൻ എന്നാണ് പറയുന്നത്. അതായത് തീരെ പെയിൻ ഇല്ലാതെ നമുക്ക് ബ്ലഡ് ഡ്രോൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതൊരു ഗോൾഫ് ബോൾ സൈസിലുള്ള ഒരു ഡിവൈസ് ആണ്. ആൻഡ് ഒരു 2 മിനിറ്റ് നമ്മുടെ ആമിലോ അല്ലെങ്കിൽ അബ്ഡോമനിലോ പ്ലേസ് ചെയ്തിനെങ്കിൽ നമുക്കൊരു 150 മൈക്രോലിറ്റർ ബ്ലഡ് വരെ നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൈക്രോ ഫ്ലൂയിഡ്സ് യൂസ് ചെയ്തിട്ട് ചെറിയ സ്ലൈറ്റ് വാക്വം ക്രിയേറ്റ് ചെയ്യലാണ്. ഇങ്ങനെ വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് കാപ്പിലറീസിലുള്ള ബ്ലഡിനെ ഒരു ട്യൂബിലേക്ക് സക്ക് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിന്റെ ശരിക്കും. ഈ മൈക്രോ ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് ചെറിയ എമൗണ്ട് ഫ്ലൂയിഡ്സിനൊക്കെ അതിന്റെയൊക്കെ മോഷനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് മൈക്രോ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ വീട്ടിലിപ്പോ
റെഗുലർ ആയിട്ട് ഷുഗർ കഴിക്കുന്ന പേഷ്യൻസ്, ഷുഗർ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആണ്. അതായത് അവർക്ക് തന്നെ ശരിക്കും ഈ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ലാബിലേക്ക് കൊടുത്തയച്ചാൽ മതിയാവും. അപ്പൊ FBOs ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല വളരെ ക്രോണിക് ഡിസീസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പങ്ക്ചർ ഫ്രീ ആണ് അല്ലെ, അതായത് തീരെ വേദന ഇല്ലാതെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ടച്ച് ആക്ടിവേറ്റഡ് ഫ്ലിബോട്ടമി അടുത്തൊരു ടെക്നിക്കാണ്, ടാപ്പ് എന്നാണ് പറയല്, അല്ലെങ്കിൽ ടച്ച് ആക്ടിവേറ്റഡ് ഫ്ലിബോട്ടമി. ഇതിലും സെയിം ഇത് തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഹീമോലിങ്കിന്റെ അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും വർക്ക് ആവുന്നത്. ഇതിൽ ആ മോളിൽ കാണുന്ന ഒരു പച്ച ബട്ടൺ ഇല്ലേ, ഈ ഒരു പച്ച ബട്ടൺ നമ്മുടെ ഏതെങ്കിലും, അതായത് ഫോറാമിലോ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പ്രസ് ചെയ്യണമെങ്കിൽ അടിയിലുള്ള കുറച്ച് മൈക്രോ സിറിഞ്ചസ് ഉണ്ട്. ഇത് ചെറിയ മൈക്രോ പങ്ക്ചേഴ്സ് ഉണ്ടാക്കും. അതിൽ നിന്ന് ഈ മൈക്രോ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബ്ലഡ് സക്ക് ചെയ്തെടുക്കും. ഈ ഒരു സക്ക് ചെയ്തെടുക്കുന്ന ബ്ലഡ് നേരെ ഒരു ഇതിൽ തന്നെയുള്ള ഒരു പ്രീ ഹെപ്പാനൈസ്ഡ് അല്ലെങ്കിൽ EDTA അങ്ങനെ ഏതെങ്കിലും ഒരു ആന്റികോയിലന്റ് ഉള്ള ഒരു ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അത് ഏകദേശം ഒരു 10 ദിവസം വരെ സൂക്ഷിക്കാനുള്ള ഒരു ഇതാണ് ഇവര് ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതാണ് ഞാൻ പറഞ്ഞത്, EDTA യൂസ് ചെയ്തിട്ടൊക്കെ ഇത് ആന്റികോയിലന്റ് ഒക്കെ ആയിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കുന്നു. അത് ഞാൻ അടുത്ത് പറയാണ്ട് പോകുന്നത് PIVO വെൽനോ വാസ്കുലർ സിസ്റ്റം. PIVO വെൽനോ വാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ബാക്കി രണ്ടും നമുക്കറിയാം കാപ്പിലറി ബ്ലഡ് ആണ് കളക്ട് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ശരിക്കും വീനസ് ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിവേ ഇതിനും സിറിഞ്ചസ് ഇല്ല, ഇതിനും നീഡിലില്ല. പകരം ഉള്ളത് ഒരു ഹോളോ സിലിണ്ടറും നിങ്ങൾക്ക് ഫിഗർ കണ്ട തിരിയും ചെറിയൊരു ട്യൂബും കൂടിയാണ് ഉള്ളത്. ഈ ഒരു ട്യൂബ് നമ്മൾ IV കത്തീറ്റർ ഒക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു ട്യൂബിലേക്ക് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഏകദേശം കറക്റ്റ് ബ്ലഡ് ഫ്ലോ ഉള്ള സ്ഥലത്ത് വരെ ഇതെത്തും. കാരണം ആ ട്യൂബിന് കുറച്ച് ലെങ്ത് ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടത്ര ബ്ലഡ് സക്ക് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ വേണ്ടത്ര ബ്ലഡ് ഇഞ്ചക്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് സാധാ പോലെ ഒരു ബോട്ടിലേക്ക് നിറച്ചിട്ട് ഈ ഒരു എക്യുപ്മെന്റ് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. എനിവേ ഇത്രയുമാണ് ഇപ്പോഴുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ പറയാണ്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ഓട്ടോമേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒന്ന് റോബോട്ട് ഫ്ലിബോട്ടമിസ്റ്റ് അല്ലെങ്കിൽ VBOT എന്ന് പറയും. ഈ VBOT എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് വരാൻ കാരണം വെയിൻ എന്ന അർത്ഥം വരുന്ന വെയിനിൽ നിന്നും വിയും അതിലെ റോബോട്ടിൽ നിന്ന് ബോട്ടും എടുത്താണ് ഈ ഒരു VBOT എന്നൊരു പേര് കൊടുത്തത്. എനിവേ കമ്പനി അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമണിനെക്കാളും കൂടുതൽ ഫാസ്റ്റർ ആയിട്ടും സേഫ് ആയിട്ടും ബ്ലഡ് കളക്ട് ചെയ്യാൻ ഈ ഒരു റോബോട്ട് ഫ്ലിബോട്ടമിസ്റ്റിന് പറ്റുമെന്നാണ് പറയുന്നത്. എനിവേ ഇതിൽ ഉള്ള ഒരു 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് ലൈറ്റ്, ഇമേജ് അനാലിസിസ്, അൾട്രാസൗണ്ട്. ഈ ഒരു 3 കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് പറയാണ്ട് പോകുന്നത്. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും, ആ ചിത്രം എല്ലാം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു പാറ്റേൺ ആർക്വേയിലേക്ക് ഈ ഒരു പേഷ്യന്റ് കൈ വെച്ചതിന് ശേഷം ഇൻഫ്രാറെഡ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു കഫ് ടൈറ്റൺ ആക്കിയിട്ട് വെയിൻ കുറച്ച് പ്രൊമിനന്റ് ആക്കും. അതിനുശേഷം ഇൻഫ്രാറെഡ് യൂസ് ചെയ്തിട്ട് വെയിൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യും. അതിനുശേഷം അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ബ്ലഡ് ഫ്ലോ എവിടെയാണെന്നുള്ള കാര്യവും അനലൈസ് ചെയ്യും. അങ്ങനെയാണ് ഇവരൊരു കറക്റ്റ് ഒരു വെയിൻ അവർ കണ്ടെത്തുന്നത്. അതിനുശേഷം നീഡിൽ യൂസ് ചെയ്തിട്ട് പങ്ക്ചർ ചെയ്യാണ്. അതായത് ഒക്കെ ചെയ്യുന്നത് ഓട്ടോമേഷൻ ആണ്. നീഡിൽ യൂസ് ചെയ്ത് പങ്ക്ചർ, അതായത് ഈ നീഡിലിന്റെ ഗൈഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് അൽഗോരിതം കാര്യങ്ങളൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളതാണ്. എനിവേ അങ്ങനെ പങ്ക്ചർ ചെയ്തതിനു ശേഷം നമ്മൾ വാക്യൂം യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഈ ഒരു വാക്യൂം സത്യത്തിൽ ഈ ഓട്ടോമേഷൻ ആണല്ലേ, അതായത് നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് മാത്രമേ ഈ ഒരു വാക്യൂം യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടൂ എന്നുള്ള കാര്യം അറിയാം. അപ്പം അതൊരു ഓട്ടോമേഷനിലെ ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഞാൻ പറയുന്നത് ഹ്യൂമൻ ടച്ച്. ഇത് ഈ ഒരു ടോപ്പിക് ഞാൻ എന്തിനാ ഇട്ടെന്ന് വെച്ചാൽ, അതായത് വൈ ദ ഹ്യൂമൻ ടച്ചിനെ കൊണ്ടല്ല, അതായത് എങ്ങനെ എത്ര ഓട്ടോമേഷൻ വന്നില്ലെങ്കിലും ഹ്യൂമൻ, അതായത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യന്റെ ഹെൽപ്പ് അവിടെ എപ്പോഴും വേണ്ടി വരും. എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അറിയാം, ഒരു പേഷ്യന്റ്, അതായത് ഒരു ചെറിയൊരു കുട്ടി, അതായത് ഒരു ബേബി വന്നില്ലെങ്കിലും അല്ല വളരെ എൽഡർ ആയിട്ടുള്ള പേഷ്യൻസ് വന്നെങ്കിലും എല്ലാവരും നമുക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ. ഓക്കെ, അതിൽ ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അതേ കണക്കായിട്ട് നമുക്ക് മോഡിഫിക്കേഷൻ നടത്താൻ ഒരു ഹ്യൂമണ് മാത്രമേ പറ്റൂ. അതുപോലെ തന്നെ ഇൻട്രാവീനസ് ലൈൻ, അതായത് ഈ IV കത്തീറ്റർ ഒക്കെ ചെയ്തിരിക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ എവിടുന്ന ബ്ലഡ് എടുക്കേണ്ട കാര്യമൊക്കെ
ഹ്യൂമൺ, അതായത് ഒരു ടെക്നീഷ്യന് മാത്രമേ പറയാൻ പറ്റൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫ്ലിബോട്ടമിയിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് പറ്റുന്നത് നമ്മുടെ ചിന്തകൾക്ക് മാത്രമായിരിക്കും, അല്ലെ, നമ്മുടെ തോട്ടിന് മാത്രമായിരിക്കും. എനിവേ ആ ഒരു കാര്യമാണ് ശരിക്കും ഞാൻ ഹ്യൂമൻ ടച്ച് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഈ ഒരു ഓട്ടോമേഷന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഹ്യൂമൻ ടച്ചിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യന്റെ ആവശ്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കറന്റ് സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ്. അതായത് ഈ ഒരു ഇത്രയും ഞാൻ പറഞ്ഞ ഡിവൈസ് ഒക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങണത്രേ, അല്ലെങ്കിൽ മെയിനായിട്ട് വിവോട്ടൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങണത്രേ. ഇപ്പം അതിന്റെ സ്റ്റേറ്റ്, അതിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഏകദേശം 87% ഓഫ് വളണ്ടിയേഴ്സിന്റെ ബ്ലഡ് എടുത്തതിൽ, അല്ല, കുറെ വളണ്ടിയേഴ്സിന്റെ ബ്ലഡ് എടുത്തതിൽ 87% സക്സസ് ആയിരുന്നു. മാത്രമല്ല കുറച്ച് നല്ല പ്രൊമിനന്റ് ആയി നിൽക്കുന്ന പീപ്പിൾസിന്റെ കേസ് എടുത്താൽ അതിൽ 95%ഓളം ബ്ലഡ് ഈ ഒരു വിബോട്ടിന് കറക്റ്റ് ആയിട്ട് സക്സസ് ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു. മാത്രമല്ല ഇപ്പോൾ അവര് അതിൽ കൂടുതൽ റിസർച്ച് അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ കുറച്ചുകൂടി ടഫായിട്ടുള്ള കുറച്ച് വെയിൻസ് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ട് അതിന്റെ ടാർഗറ്റിങ്, അതായത് ആ ഒരു നീഡിലിന്റെ ടാർഗറ്റ് കൂട്ടാനുള്ള ഒരു ശ്രമവും ഇപ്പൊ നടത്തുന്നുണ്ട്. മാത്രമല്ല കുറച്ചും കൂടി ഡാറ്റ യൂസ് ചെയ്തിട്ട് ആ ഒരു നീഡിലിനെ ഗൈഡ് ചെയ്യുന്ന അൽഗോരിതം അത് കുറച്ചും കൂടി അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ വരുന്ന വളരെ ഡ്രാസ്റ്റിക് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വിവോറിന്റെ കൂടെ തന്നെ ഒരു ബ്ലഡ് സെൽ അസേ, അതായത് വൈറ്റ് ബ്ലഡ് സെല്ലിലെ അസേയും കൂടി ആ ഒരു അനലൈസറും കൂടി ഇതിന്റെ ഒപ്പം ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ കൂടുതൽ, അതായത് അവര് നോക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അസേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനലൈസർ ഇതിന്റെ ഒപ്പം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആവും, അല്ലെ, ഫുള്ളി ഓട്ടോമേറ്റഡ് ആവും. നമുക്ക് അതൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്റെ കറന്റ് സ്റ്റാറ്റസ് പറയുന്നത് ഇതാണ്. എപ്പോ അടുത്ത് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ഏകദേശം ഒരു കമ്പനി പറയുന്നത് ഏകദേശം 90% കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇത്രയും നമ്മൾ പറഞ്ഞതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അതായത് വാട്ട് ഇൻക്ലൂഡ്സ് ഇൻ ഓട്ടോമേഷൻ മേക്കിംഗ്, അത് ഈ ഒരു ഓട്ടോമേഷൻ മേക്കിങ്ങിനെ എന്താണ് ശരിക്കും ഇത്രയും കാലം പിൻവലിച്ചു നിർത്തിയത്. അതായത് നമുക്കറിയാം സാധാ അനലൈസേഴ്സ് ഒക്കെ ഇപ്പം മാനുവലി, സെമി ഓട്ടോമേറ്റഡ്, ഇപ്പൊ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയി മാറിയിട്ടുണ്ടല്ലേ, എല്ലാ സാധനവും അങ്ങനെ ആയിട്ടില്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലിബോട്ടമി മേഖലയിൽ മാത്രം ഇത്രയും ടൈം എടുത്തത്? അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ തന്നെയായിട്ട് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിൽ സം പ്രോസസ് ഓൾവേസ് റിക്വയർ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്. ഞാൻ നേരത്തെ ഹ്യൂമൻ ടച്ചിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മൾ സാധാ അനലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഹ്യൂമന്റെയും ആവശ്യമില്ലാതെ എല്ലാ മോഡിഫിക്കേഷനും ഈ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു റോബോട്ടിന് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യവും ഡൗട്ടാണ്. മാത്രമല്ല ഹൗ ടു കൺവിൻസ് ദോസ് സ്കെപ്റ്റിക് പേഷ്യൻസ്, അതായത് അങ്ങനെ കുറച്ച് ഇപ്പം പുതിയ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആക്സെപ്റ്റ്, അതായത് മെയിൻ ആയിട്ട് പേഷ്യൻസിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഫ്രണ്ടിനൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി കൈ നീട്ടി കൊടുക്കാൻ തന്നെ നമുക്ക് പേടിയാണ്, അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇത്രയും, അതായത് ഇതിനെ കുറിച്ച് അറിയാത്തൊരു പേഷ്യൻസ് ഒക്കെ ഇതെങ്ങനെ ഈ ഒരു റോബോട്ടിന്റെ വേണ്ടിയിട്ട് എങ്ങനെ കൈ അവർ നീട്ടിക്കൊടുക്കും? കാരണം റോബോട്ട് നമുക്കറിയാം ഇത് മെഷീൻ ആണല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ഹാങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാം? എനിവേ ഇതൊക്കെയാണ് ശരിക്കും ഇപ്പൊ ഒരു ഓട്ടോമേഷൻ നേരിടുന്ന കുറച്ച് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു ഡിവൈസ്, അതായത് ഈ ഒരു കാര്യം, ഈ ഒരു ഓട്ടോമേഷൻ വരുന്നത് കൂടെ മാത്രമേ നമുക്ക് ഫ്ലിബോട്ടമിയിലെ അടുത്ത അപ്ഡേഷൻ വരാൻ പറ്റുകയുള്ളൂ, അല്ലെ. എനിവേ ജസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫ്യൂച്ചർ. ആൻഡ് കാരണം ഈ ഒരു ഓട്ടോമേഷൻ തന്നെയാണ് MLTയുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഓട്ടോമേഷൻ തന്നെയാണ്, ഈ ഒരു കാര്യം തന്നെ ആയിരിക്കും, അതായത് ഈ ഒരു MLTയുടെ ഫ്യൂച്ചർ തന്നെ ആയിരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു. ഹലോ 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 ഓക്കെ ശ്രീരാഗ്, താങ്ക് യു. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. താങ്ക് യു ശ്രീരാഗ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു ശ്രീരാഗ് എടുക്കുന്നത്. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ശ്രീരാഗ്. വൺസ് അഗൈൻ സാംറ്റിന്റെ
ഒരു പരമായി ഉത്തരവാദിത്തപ്പെട്ട പരമായ എന്ന രീതിയിൽ ശ്രീരാഗിനോടുള്ള എല്ലാവിധ കടപ്പാടും അറിയിക്കുന്നു. ശ്രീരാഗിനെ പോലത്തെ ആളുകളാണ് വരും തലമുറയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷന്റെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനെ തയ്യാറായി വന്ന ശ്രീരാഗിനെ ഒരിക്കൽ കൂടി സാംറ്റിന്റെ പേരിൽ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ മിസ്സായി വന്ന ഷംനയുടെ ക്ലാസ് കേൾക്കാം. ഓക്കെ ടാനിയ. നവാസ് ഒരു മിനിറ്റ്. ഓക്കെ സാർ. ഓക്കെ സാർ. നവാസ് ഒരു കമന്റ് പറഞ്ഞോട്ടെ. ഓക്കെ സാർ, ഷുവർ. ആദ്യമായി ശ്രീരാഗിനെ വളരെ നല്ല ഒരു ടോപ്പിക് എടുത്തതിൽ അഭിനന്ദിക്കുന്നു. ഇതിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം വൈ ടുക്ക് സോ മച്ച് ഡിലേ. അതിന്റെ കാരണം ആർക്കും ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. ട്രെയിനിങ് വേണം. പുതിയ ബാക്ക്വേർഡ് ട്രെയിനർ ആകുമ്പോൾ ട്രെയിനിങ് എടുക്കണം. പഴയ സിസ്റ്റത്തിലോട്ട് എല്ലാവർക്കും സ്വന്തമായി ഇരുന്നാൽ മതി. സോ എപ്പോഴും ചേഞ്ച് ആണ് ഒരു പ്രശ്നം. അപ്പൊ മെന്റലി എല്ലാവരെയും നമ്മൾ മാറ്റിയെടുക്കണം. അതാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം കോസ്റ്റ് ആണ്. പക്ഷേ കോസ്റ്റ് ഹൗ ഇറ്റ് ബാലൻസസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വാക്യൂം ട്രെയിനർ ഇടുമ്പോൾ നോർമൽ സിറിഞ്ചും നോർമൽ നീഡിലും നോർമൽ ആന്റികോയാഗുലന്റിന്റെ മുകളില് നമുക്കൊരു 5-10 രൂപയുടെ കൂടുതൽ വരും. ബട്ട് യു ആർ അവോയ്ഡിങ് റെപ്പറ്റീഷൻ ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ക്ലോട്ട്സ്, you don't get hemolysis, you don't get inadequate volume of blood. അതുകൊണ്ട് മെയിൻ്റനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സ് ഈസിയാണ്. എക്യുപ്മെന്റിലെ വേസ്റ്റേജ്, നമ്മുടെ റിയേജൻ ലോസ് വളരെ കുറയ്ക്കാം. ഒരു ഹെമറ്റോളജി റൗണ്ട് CBC ആണെങ്കിൽ 18 രൂപയും ഒരു ബേസിക് ബയോകെമിസ്ട്രി ടെസ്റ്റ് 5-10 എണ്ണം ചെയ്യുകയാണെങ്കിൽ അതിനൊരു എങ്ങനെ പോയാലും ഒരു 50 രൂപ. അപ്പൊ എങ്ങനെയായാലും 70 റുപ്പീസ് ആണ് നമ്മൾ ഇന്നഡിക്വേറ്റ് വോള്യൂം എടുത്തു കഴിഞ്ഞാൽ പറ്റാൻ പോകുന്ന ഒരു അബദ്ധം. സോ ഒരു മെഡിക്കൽ കോളേജിൽ റഫ്ലി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റെപ്പറ്റീഷൻ വരുന്നത് 1 in 6 ആണ്. 6 ടെസ്റ്റിൽ വരുന്ന റെപ്പറ്റീഷൻ ആണ്. ബിക്കോസ് ഓഫ് ദീസ് ഇതെല്ലാം ഈ പറയുന്ന ഓട്ടോമേഷൻ കൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വളരെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻഫാക്ട് ഇഫ് യു ഡു ദാറ്റ് യു വിൽ ഫൈൻഡ് യു ആർ ഇൻ ദ പ്ലസ്, നോട്ട് ഇൻ ദ മൈനസ്. ബിക്കോസ് 3 കാര്യങ്ങളാണ് ഒരു ലാബിൽ ഇമ്പോർട്ടൻറ്റ്. ഒരു ലാബ് ടെക്നീഷ്യൻ, ഒരു നല്ല എക്യുപ്മെന്റ്, അപ്ഡേറ്റഡ് റിയേജൻസ്. ഈ 3 എണ്ണവും നമ്മൾ റിയേജന്റ് സേവ് ചെയ്യും. ലൈഫ് ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് വിൽ ബി ഫ്രീ. ലാബ് ടെക്നീഷ്യന്റെ ഹാസിൽ കുറവായിരിക്കും. അയാളുടെ ബൈസെപ്സിന്റെ പെയിന് വലിച്ച് കുറയത്ത് ഭയങ്കര വേദനയായിരിക്കും. അല്ലെങ്കിൽ 300 എണ്ണം ഒരു ദിവസം ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ബൈസെപ്സ് വേറെ നോക്കേണ്ടി വരും. വാക്വം ട്രെയിനർ ആകുമ്പോൾ വാക്വം കൊണ്ട് അത് വലിക്കുന്നത് കാരണം ആ സ്ട്രെയിൻ വളരെ കുറവാണ്. സോ യു ആർ പ്രൊട്ടക്ടിങ് എവരിതിങ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് എയറോസോൾ ജനറേറ്റിംഗ്. അതുകൊണ്ട് ഈ കോവിഡ് പോലത്തെ സിറ്റുവേഷനിൽ ഇതാണ് ദി ബെസ്റ്റ് ക്ലോസ്ഡ് കളക്ഷൻ. നോ എയറോസോൾ ജനറേറ്റഡ് ആൻഡ് ഓൾസോ ദർ ഇസ് നോ നീഡിൽ സ്റ്റിക്ക്. ദി ബിഗസ്റ്റ് ഫിയർ ഓഫ് എ ലാബ് ടെക്നീഷ്യൻ. അപ്പൊ ഇതൊരു എക്സലന്റ് ടോപ്പിക് ആയിരുന്നു. നമ്മളെ എല്ലാവരും ഇതിനകത്തോട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓട്ടോമേറ്റഡ് ബ്ലഡ് കളക്ഷൻ സിസ്റ്റംസ്, വിച്ച് ഈസ് ഓഫ് കോഴ്സ് സെമി ഓട്ടോമേറ്റഡ്. മെൻഷൻ ഇൻവോൾവ് ആണ്, പക്ഷെ എന്നാലും യു യൂസ് ബാക്ക്വേർഡ് ട്രെയിനേഴ്സ്. So thank you for the opportunity to speak to all of you. And it was a great presentation. Thanks, sir. Continue. Thank you, sir. Next, first speaker student ആയ ഷംന ഷെറിൻ നാസറിനെ സ്വാഗതം ചെയ്യുന്നു. അൽഷിഫ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഷംന എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇമ്മ്യൂണോ റെസ്പോൺസസ് ഓഫ് ബോഡി ഇൻ COVID-19. Good evening, everyone. I will move on to the session. Okay. I'm going to take on the topic immune response of body in COVID-19. As an intro, you all know that the immune system, which is distributed throughout our body, is to fight against or protect from the diseases. And you also know the pandemic disease, COVID-19, which is in which no effective vaccines or medicines is discovered. The only solution is to boost up the immune system. So let's first look into the immune system of human body.
As I said, the whole body consists of the organs of immune system to protect against diseases. As you see in this picture, the organs like thymus, spleen, lymph nodes, Pierce patches, etc. will protect our body from against the disease. And the key player in the immune system is nothing but the WBC, white blood cells, which travels throughout the body in the blood through the blood vessels. And whenever a body encounters an antigen, it will defeat the viral particles and makes our body healthy. Okay, okay. Shamna, excuse me. Speaker, Next, mic ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കോ? സൗണ്ട് ക്ലിയർ ആവുന്നില്ല. lymph nodes. Okay, continue. Lymph nodes, as you see in this picture, it is also distributed throughout the body, and it is a specialized compartments where the antigens are encountered. Through the lymphatic vessels, the immune cells and foreign particles are exchanged, and through the lymph fluid, it enters into the lymph node, and the viral particles are encountered and distracted, which makes our body healthier and prevents us from infection. What COVID-19 does to your body? That is what we're gonna look. Before we want to know about what COVID does to our body, the structure of COVID-19 should be understood. As you see in this picture, there are many structures present in virus. That is E protein, RNA, M protein, spike glycoprotein. The COVID-19 is an RNA virus with a crown-like appearance, and its diameter is approximately 60 to 140 nanometer. On one of its side, it has a concave surface with a ridge, and it also makes a larger binding interface with the host cell's AC2 receptor. And let's look into how we acquire infection. When an uninfected patient inhales the respiratory droplets from the coughing and sneezing of the infected patients, the COVID-19 virus enters into our nasal system and it starts replicating. And the spike protein present on it will pinch into the host cell by binding into the AC2 receptor. And also, one of the enzyme like furin is secreted by the host cell, which plays a vital role for the virus to enter. The enzyme furin is present in almost all tissues of the body, like lungs, liver, intestine. So, as this enzyme is being secreted, it also helps the virus to enter very easily. And that is why when a COVID-19 patient is affected by the virus, it will lead to the failure of mostly these organs. Next, then the virus starts to propagate with a little or limited innate immune response, and that is being first detected by the nasal swabs, which is done in the COVID test usually now. The sample is selected or taken from the nasal swab. And next, the virus then within times, it starts to propagate and reaches the respiratory tract, and more robust immune response is initiated, and the disease is clinically manifested, that symptoms appears in our body. The disease will be, for 80% patients, it will be mild, that it is restricted to the upper and conducting airways with less throat pain or coughing. But in 20% of patients, the disease becomes severe with pulmonary infiltrates and other symptoms. Now, let's discuss what is a risk factor which makes the patient's disease severe. Age. Age is one of the considered risk factor which leads to the severity of the infection. There is a report that with increase in 5 years, the risk is also increased by 15.15%. And the other factor which leads to the severity of infection is nothing that is other diseases which the human has already acquired, that like hypertension, chronic obstructive pulmonary disease,
coronary heart disease in which the patient's immune is suppressed. Next, what mechanism of immune system of human body will be against COVID-19? You know that immune system will protect or supports the natural defense of human body. As long as the immune system runs smoothly, we won't notice any infection like COVID-19. But if the immune systems gradually decrease or any disturbance occur, then the signs and symptoms or we acquire the COVID-19 infections. And the immune system can be classified into three categories. First, innate, which is rapid response, adaptive, slow response, and passive. That is again classified into natural and artificial. The natural is one which we acquire from the mother, and the artificial which we acquire from a vaccine or a medicine. Next, I'm going to say what happens in our body or the immune mechanism. The SARS-CoV-2, which is the coronavirus COVID-19, when it enters through the body, it reaches the lungs, and the spike protein of SARS-CoV-2 will pinch to the host cell ACE2 receptor. And when foreign antigen is entered into the body, it will releases interferon gamma, which will signal the other cells that a foreign antigen is entered. So they will be having a signal that the foreign antigen is entered, and these foreign antigen is being represented by an antigen presenting cells to the T cells, and the T cells will differentiate into B cells and plasma cells, which produces a particular antibody that is against this viral antigens and results in the clearing of the antigen from the body. Here we can see that when a coronavirus COVID-19 enters into our body, it infects a cell, and the infected cell through the MHC1 complex will signal the cytotoxic T lymphocyte, which will differentiate with the help of interleukin 2, etc., to the effector cytotoxic T lymphocytes, and the viral antigen is encountered. Other is through antigen presenting cells, that Th helper cells will differentiate into Th2 cells, that it will help in the differentiation of B cells into plasma cell, which produces the antibody that is particular to the coronavirus, and also the memory B cells, which helps in the encountering this antigen during a recurrence of second time of this infection. Next, let's look what is SARS-CoV-2, that is COVID-19. Its RNA sequence is 80% similar to SARS-CoV, that is severe acute respiratory syndrome, which occur in about 2000 to 2003, and 50% RNA sequence of MERS-CoV, that is Middle East respiratory syndrome. It matches with SARS-CoV-2, but it exhibits an additional genomic region, that is a protein which is 20 to 30 amino acids longer, and this additional mechanism is still unclear. That is why we are unable to develop a vaccine particularly for this COVID-19. Next, how does the doctor treat a patient, COVID-19 patient? It consists of two phases, that is immune defense based protective phase, that is the immunity of a patient is being boosted up, and the second phase is inflammation driven damaging phase division, that is the inflammatory process of the body is suppressed. Next, why a COVID patient will the severity of the disease is increasing and why its failure occur? It is mainly due to respiratory failure from acute respiratory distress syndrome. Then next, secondary hemophagocytic lymphohistiocytosis. It is a chronic autoimmune disease. When a chronic illness is being present, this develops, and it is characterized by fulminant and fatal hypercytokinemia with multiple organ failure. In this condition, the increased interleukin, that is the cytokines, is increasingly released, and which will result in hyperinflammation of the organ that will lead to the organ failure of the patients, and that gradually leads to the death of the patient. Next,
The only way is to boost up our immunity to fight against this COVID-19. How does we do it? The WHO has already said that a good health and hydration is vital to fight against the disease. And our diet should contain vitamin, minerals, and protein-rich diet to keep our body healthy and to fight against this pandemic disease, that is COVID-19. And we should rest and also have a proper exercise to maintain or boost up our immunity, proper hygiene, and also these foods should contain like vitamin B, which is a water soluble vitamin which will protect us from infection, and vitamin C, which protect us from flu-like symptoms. So the protein and everything should be included in our diet. Then only we could boost up our immunity. And by the session, you may understood how our immune system is important for our body. That only through boosting up our immune system we could fight against this pandemic disease that is COVID-19. So I conclude that stay healthy and stay safe. Thank you. Thank you, Shamna. It was a good presentation. ഈ സമയത്ത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് തിരഞ്ഞെടുത്തത്. ഐ ഹോപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഷംന, താങ്ക് യു. You're welcome. Thank you. അടുത്തതായി ചെറിയ വാക്ക് സംസാരിക്കാനായി സാംറ്റിന്റെ സ്റ്റാഫ് അഡ്വൈസറായ നിതിൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. Respected Shankar sir, dear teachers, dear students, dear professionals. നമ്മൾ സാംറ്റിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു വെബിനാർ സെഷൻ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കുട്ടികൾക്കായി എന്തുകൊണ്ട് നമുക്ക് വെബിനാർ സെഷൻ നടത്തിക്കൂടാ എന്ന ചർച്ച ഞങ്ങൾക്കിടയിൽ വരികയും അത് വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുകയും ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട ശങ്കർ സാർ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് അവതരിപ്പിച്ച രണ്ട് സെഷനും വളരെ ഉപകാരപ്രദവും അതേസമയം ഒരുപാട് പുതിയ അറിവുകൾ തന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ കുട്ടികളുടെ തന്നെ വെബിനാർ ഇനിയും വരുന്നുണ്ട്. അതിലെല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം. അതുപോലെ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണത് കുട്ടികൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും? വെബിനാർ അവർ കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഏത് രീതിയിലാണ് ഇവർ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇന്ന് നടന്ന രണ്ട് വെബിനാറിലെ രണ്ട് സെഷനിലും വളരെ സന്തോഷം ഉളവാക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രസന്റേഷൻ. വരും ദിവസങ്ങളിലുള്ള വെബിനാറിലേക്ക് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഡിയർ പ്രൊഫഷണൽസിന്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട ശങ്കർ സാർ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഇനി സാംറ്റ് ഇങ്ങനെ എടുത്ത ഒരു ഇനീഷ്യേറ്റീവില് കുറെ പേര് ഇത് കേൾക്കാനും നമ്മളോടൊപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് വേണ്ട എനർജി തരാനും കുറെ പേരുണ്ട്. അപ്പോ അവർക്ക് ആർക്കെങ്കിലും ഈ സൂമിൽ വന്നിരിക്കുന്ന പബ്ലിക്കായി ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. എന്തെങ്കിലും സജഷൻസ് ഇനി വരും സൂം മീറ്റിങ്ങുകൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, അത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ള അവസരമാണ്. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കിൽ നിന്ന് ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം.
ഹലോ, കേൾക്കാവോ? Am I audible? Yes, audible. Okay, thank you. Thank you, Shamna and Sriraj, and also my respected teacher, Dr. Shankar sir, and dear friends Nitin and Nawaz. I am Abdul Latif from Abu Dhabi. Tirunelveli Medical College in the BSc MLT ഒക്കെ പഠിച്ച് ഇപ്പൊ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായതിലും അതുപോലെ തന്നെ കുട്ടികൾ അതിൽ സമർത്ഥമായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, പഠിക്കുന്ന കാലത്ത് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ ചിലപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പഠനമൊക്കെ കഴിയുമ്പോഴാണ് നമുക്കതിന്റെ ബോധ്യപ്പെടലുകൾ വരിക, കറക്റ്റ് മനസ്സിലാവുക. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി പോസ്റ്റിങ്ങുകളൊക്കെ ഉപയോഗിക്കുക, പുതിയ പുതിയ ടെക്നോളജി ഒക്കെ പഠിക്കുക, എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കുക. പരമാവധി ലിറ്ററേച്ചറും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിലെ പോലെയൊന്നും അല്ലല്ലോ, എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പൊ അതിനെ പരമാവധി പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഫീൽഡിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുക. എപ്പോഴും മനസ്സിലും ചിന്തകളിലൊക്കെ പോസിറ്റിവിറ്റി നിലനിർത്തുക. അങ്ങനെ നമ്മളൊരു ശങ്കർ സാറ് തുടങ്ങി വെച്ചതുപോലെ എന്നും ശങ്കർ സാർ നമ്മളെ MLT വിദ്യാർത്ഥികളോട്, ഈ കമ്മ്യൂണിറ്റിയോട് വളരെയേറെ സ്നേഹവും അതുപോലെ തന്നെ എപ്പോഴും കൂടെ നിൽക്കുന്ന സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ആ കാഴ്ചപ്പാടുകൾ, വിഷനുകളും മിഷനുകളും ഒക്കെ ഷെയർ ചെയ്ത് എന്തുകൊണ്ടാണ് നമ്മൾ മെച്ചപ്പെടാത്ത ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് അതിന് കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനോനിലകളിൽ, നമ്മുടെ ചിന്താധാരകളിൽ മാറ്റം ഉണ്ടാക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശങ്കർ സാറോട് സംസാരിച്ചപ്പോ ആദ്യം 100 MCQ ചോദ്യങ്ങൾ തന്ന സാറാണ്. സാർ ഒരു പക്ഷെ മറന്നിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഫീൽഡ് ഒരുപാട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടെ പഠിച്ച കുറെ പേരൊക്കെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അവരൊക്കെ ക്ലിനിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്ന പേരിലാണ് അവരൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഭാവിയുണ്ട്. നിരാശപ്പെടുന്ന വാർത്തകളിലൊന്നും ഫോക്കസ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക, കിട്ടുന്നിടത്തോളം പ്രാക്ടിക്കൽ ചെയ്യുക. BSc MLT കഴിഞ്ഞ് നേരെ പഠിപ്പിക്കാൻ കയറരുത്. BSc MLT കഴിഞ്ഞ് MSc ഒക്കെ പഠിച്ച് 2 വർഷം എവിടെയെങ്കിലുമൊക്കെ ടെക്നോളജിസ്റ്റ് ആയിട്ട്, ഇതൊരു മെഡിക്കൽ ലബോറട്ടറി ടീച്ചിങ് കോഴ്സ് അല്ല, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സാണ്. അപ്പൊ നന്നായിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ 4 ലാബുകളിലും 4 സെക്ഷനുകളിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത്, റൊട്ടേഷനൊക്കെ എടുത്ത് വർക്ക് ചെയ്ത് നന്നായിട്ട് ടെക്നോളജിയും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശോഭനമായ ഭാവിയുണ്ട്. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്തിനെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോ എന്റെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഈ സെമിനാർ അറ്റൻഡ് ചെയ്യാനുള്ള കാരണം എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞു. ശങ്കർ സാറിനെ പോലെയുള്ള എന്റെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റി. അപ്പോ അങ്ങനെ ചിന്തിക്കുക. അപ്പൊ എനിക്ക് ചെറിയൊരു അനുഭവം പങ്കുവെക്കുകയാണ്. വളരെ ചെറിയ അനുഭവം. അത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്നൊരു എപ്പിഡമിക് ഉണ്ടായിരുന്നു. ആ എപ്പിഡമിക്കിന് ഞങ്ങളുടെ കയ്യിൽ അന്ന് ഇന്റർനെറ്റ് റിസോഴ്സ് ഒന്നുമില്ല. അപ്പൊ ഹിന്ദുവിന്റെ സയൻസ് കോളൊക്കെ വരാറുണ്ട്. ഹിന്ദുവിന്റെ സയൻസ് കോളം അതുപോലെ മറ്റു ചില ബുക്സ് എന്നൊക്കെ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ വലിയ ഒരു ചാർട്ട് പേപ്പർ ഉണ്ടാക്കി, 2 ചാർട്ട് പേപ്പർ ഉണ്ടാക്കി BSc MLTയുടെ ക്യാമ്പസിന്റെ ആ ഭിത്തിയിൽ അവിടെ റെഡിയാക്കി വെച്ചു ഇതിനെപ്പറ്റി വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് അത് കുട്ടികളൊന്നും അധികം വായിച്ചില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന MBBS കഴിഞ്ഞ 2 ടെമ്പററി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഇമ്മീഡിയറ്റ് ഗവൺമെന്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചേഴ്സ് 2 പേരും 3 പേരും അത് നന്നായിട്ടിരുന്ന് വായിച്ചിട്ട് ഈ ഇന്റർവ്യൂവിന് പോയി. അങ്ങനെ ഞങ്ങളന്ന് പഠിക്കുകയാണ്. അപ്പൊ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മാഡംസ് ഞങ്ങളോട് പറഞ്ഞു, ലത്തീഫ് ഇത് വളരെ നന്നായി ചെയ്തത്, ഇതിനെ ബേസ് ചെയ്ത് കുറെ ചോദ്യങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഏത് ശ്രമങ്ങൾക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇപ്പൊ എത്ര ചെറിയ രീതിയിലാണ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയാലും ശരി, ഇതിനെ വികസിപ്പിക്കുക, നല്ല സ്പീക്കേഴ്സിനെ കൊണ്ടുവരിക, രണ്ടും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ടീച്ചേഴ്സിന്റെ സെഷനുകൾ വെക്കുക, അതോടൊപ്പം തന്നെ കുട്ടികളുടെ സെഷനുകൾ വെക്കുക. ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള അക്കാഡമിഷ്യൻസിന്റെയും മാനേജ്മെന്റ് വിദഗ്ധരുടെ ഒക്കെ കാര്യങ്ങൾ വെക്കുക. അങ്ങനെ ഭാസുരമാകട്ടെ. എല്ലാവിധ പിന്തുണയും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ട്. ഏവർക്കും വിജയാശംസകൾ. ഒരു അവസരം തന്നതിന് നവാസിനും നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ട 2 പ്രസന്റേഴ്സിനും പ്രത്യേകം നന്ദി. ശങ്കർ സാറിനോട് പ്രത്യേകമുള്ള നന്ദിയും കടപ്പാടും ആദരവും ഹൃദയത്തിൽ നിന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി പറഞ്ഞു. താങ്ക് യു സാർ. ഫോർ ഇൻസ്പിറേഷണൽ വേർഡ്സ്. ഇനി ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. പബ്ലിക്
Most respected Shankar sir, I am Anu Catherine from Amrita. Am I audible? Yes, Hello? ma'am, you are audible. Am I okay? Yes. It was a very nice initiative from the SAMT, and I would like to congratulate Nitin and Nawaz and all the backbone who is behind this. പിള്ളേരോട് പറയാനുള്ളത് ഇങ്ങനത്തെ ബസ് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുക. ശങ്കർ സാറും അബ്ദുൾ ലത്തീഫ് സാറും ഒക്കെ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ബുക്സിന് ബിയോണ്ട് ആയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് MLT ഫീൽഡിൽ. അപ്പൊ അത് നമുക്ക് ശരിക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടണം, അല്ലെങ്കിൽ അതിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലാബ് സൈഡിലേക്ക് ഇറങ്ങണം. ഇപ്പോഴും MSc കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ടീച്ചിങ് മാത്രമായിട്ട് റെസ്ട്രിക്റ്റഡ് ആവാതെ യു ഹാവ് ടു ബി ഇൻ ടു ദ ലാബ്സ്. അവിടെ നിന്നാണ് കുറെ ടെക്നിക്സും കുറെ മോഡിഫിക്കേഷൻസും റീസെന്റ് അപ്ഡേറ്റ്സും ഒക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ഇനീഷ്യേറ്റീവ് ഫ്രം ദ പാർട്ട് ഓഫ് ദ SAMT. So I would like to congratulate Nitin and Nawaz, and special congratulations to the students. The Srirag and Shabna Sharif. It was very nice presentation and they referred well for the presentation. ഇത് ബാക്കിയുള്ള സ്റ്റുഡൻസിനും ഇതൊരു മോട്ടിവേഷൻ ആകട്ടെ. അപ്പം നമ്മളുടെ പ്രസന്റേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും, രണ്ടുപേരും ബെസ്റ്റ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ഇനി ആ പ്രസന്റേഷൻ സ്കിൽസിൽ ടെൻഷനുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അതും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ആണ് നിങ്ങൾക്ക് SAMT തരുന്നത്. പ്ലീസ് ട്രൈ ടു യൂട്ടിലൈസ് ഓൾ ദിസ് പ്ലാറ്റ്ഫോംസ് ഡ്യൂറിംഗ് ദിസ് ലോക്ക്ഡൌൺ ഡേയ്സ്. താങ്ക് യു ശങ്കർ സാർ, നവാസ്, നിതിൻ ആൻഡ് അബ്ദുൾ ലത്തീഫ് സാർ. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. നമ്മൾ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഏറെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് SAMTന്റെ ഭാരവാഹികൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുപോലെ ഇനിയും സ്റ്റുഡൻസിന്റെ പ്രസന്റേഷനുകൾ നടക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ ഡേറ്റും സമയമൊക്കെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. അതിന് മുന്നേ നാളെ നമുക്ക് പ്രസന്റേഷൻ ഉണ്ട്. നാളത്തത് ലിസി ഹെൽത്ത് സയൻസിലെ നാളെ നമുക്ക് ഫാക്കൽറ്റി പ്രസന്റേഷൻ ആണ് നടക്കുന്നത്. നാളെ നമുക്ക് ലിസി അലൈഡ് ഹെൽത്ത് സയൻസിലെ മാഡം കൂടി, അസിസ്റ്റന്റ് പ്രൊഫസർ മാഡം കൂടി ഡോക്ടർ ദീപ രവി മാഡം നാളെ നമുക്ക് ക്ലാസ് എടുക്കും. അതിന്റെ ടോപ്പിക് ഹൗ ടു റൈറ്റ് ആൻഡ് പബ്ലിഷ് എ റിസർച്ച് പേപ്പർ എന്നുള്ളതാണ്. MLT മേഖലയിൽ നിന്ന് ഒരുപാട് റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹം ഉയർന്നു വരട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ടോപ്പിക് SAMT വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നാളത്തെ സെഷൻ എല്ലാവരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. Then we will move on to the last session. അതിന് മുന്നേ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ശങ്കർ സാറിനോട് ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കാരണം ഇത്രയും നേരം സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അതോടൊപ്പം ഒരിക്കൽ കൂടി ഈ അവസരം ഇതിൽ പങ്കെടുത്ത് ഈ സെമിനാർ സെഷനിൽ ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്ന 2 പേരെയും വളരെ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അവർക്കൊക്കെ ഭാവിയിൽ ഉയർന്ന ഇതിലെത്താൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊള്ളുന്നു. ആൻഡ് താങ്ക് യു ഓൾ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകളും നേരുന്നു. ആൻഡ് ടാനിയ കണ്ടിന്യൂ ചെയ്യാൻ. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി SAMTന്റെ ട്രഷറർ ഹാത്തിമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഹാത്തിമിന്റെ സൗണ്ട്, ഹാത്തിം പ്ലീസ് സൗണ്ട്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ചർച്ചകളുടെ സമയത്ത് നെറ്റ്വർക്ക് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി മുന്നോട്ട് വന്ന ശ്രീരാഗിനും അതേപോലെ തന്നെ ഷംനാക്കും ആദ്യം തന്നെ SAMTന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ശങ്കർ സാറ്, അതുപോലെ തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ അറിയിച്ച ടീച്ചേഴ്സ്, അവർക്ക് എല്ലാവർക്കും SAMTന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും SAMTന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെമിനാർ സെഷൻ